നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ ഇപ്പോൾ കണ്ട ഒരു പ്രസ് കോൺഫറൻസ് ആണ്. ഈ ശ്രീ ജി സുധാകരൻ അദ്ദേഹം ഒഫീഷ്യലി CPM വിട്ടിരിക്കുന്നു. മാത്രമല്ല, അമ്പലപ്പുഴ നിയമസഭാ സീറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്ന് അനൗൺസ് ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ 2-3 കീ പോയിന്റ്സ് എനിക്ക് തോന്നിയത് സാർ ഇതൊക്കെയാണ്. ഒന്ന്, CPM-ന്റെ വളരെ അതിപ്രശസ്തരായ സൈബർ വെട്ടുക്കിളികളെ അദ്ദേഹം പേരെടുത്ത് പറയാതെ, അല്ലെങ്കിൽ അവരാണ് അദ്ദേഹത്തെ ഈ പ്രൊവോക്കേഷനിലേക്ക് നയിച്ചത് എന്ന് പറയാതെ പറഞ്ഞു. 2, എനിക്ക് പലരും പറയാനുള്ള ഒരു സംഗതി അദ്ദേഹം പറയാതെ പറഞ്ഞു. അതായത് കണ്ണൂർ നേതൃത്വത്തിന്, CPM-ന്റെ കണ്ണൂർ നേതൃത്വത്തിന് പഴയ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ വന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ ചില പ്രയാസങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയാതെ പറയുന്നു. മാത്രവുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പലപ്പോഴും വായിക്കുന്ന ഒരാളെ മൂലധനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ച് അതിൽ നിന്ന് പ്രയോജനം ഉൾക്കുന്ന ഒരു പാർട്ടിക്കാരന് തോന്നുന്ന ഒരു വികാരം, അതായത് പാർട്ടി പല കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറയുന്ന പല കാര്യങ്ങളും അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വെച്ചല്ല അവരുടെ പ്രവർത്തനം നടത്തുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു. സർ, എന്താണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫ്രസ്ട്രേഷൻ അവിടെ നിൽക്കട്ടെ, എന്താണ് ഈ CPM-നും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പൊതുവെയുള്ള ഒരു മെസ്സേജ് സുധാകരൻ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് സ്റ്റൈലിയാണെന്ന് നമുക്ക് പലർക്കും അറിയാം. പക്ഷെ ഇതിനൊക്കെ അപ്പുറമായിട്ട് ഇത് 65 അല്ലെങ്കിൽ 60 ശിഷ്ടം വർഷങ്ങൾക്ക് ശേഷം ഒരു പാർട്ടിയെ പറ്റി അദ്ദേഹം ഇതൊക്കെ പറയണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു എനിക്ക് തോന്നുന്ന ജീവിതത്തിന്റെ ഒരു നിരാശാബോധത്തിന്റെ പുറത്തല്ലേ ഇതൊക്കെ? തീർച്ചയായും അതാണ് നിരാശാബോധം. അതാണ് ഇതിന് ഇദ്ദേഹം ശ്രീ ജി സുധാകരൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് കാര്യങ്ങൾക്ക് വലിയ ഗഹനമായിട്ടുള്ള, വളരെ ആഴത്തിലുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ആശയപരമായ ഒരു മാനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ജി സുധാകരൻ ഒരു സൈദ്ധാന്തികനല്ല, അങ്ങനെ ഒരു തിയറട്ടീഷ്യൻ അല്ല. അദ്ദേഹം തിയറി പറയും, പക്ഷെ അധികം തിയറട്ടീഷ്യൻ അല്ല. അതായത് അങ്ങനത്തെ ഒരാളാണ്. അത് ആവശ്യമുള്ളപ്പോൾ തിയറി പറയും, ആവശ്യമുള്ളപ്പോൾ വ്യക്തിപരമായ പ്രവർത്തനങ്ങൾ പാർട്ടിക്കകത്ത് ചെയ്യും. അങ്ങനെ ഇദ്ദേഹത്തിന് 63 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു രക്തസാക്ഷിയാണ് എന്നുള്ളതെല്ലാം ശരിയാണ്. എന്നാൽ അദ്ദേഹം ഒരിക്കലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷൻസിന്റെ പേരിലല്ല അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ചരിത്രം തന്നെ വിഭാഗീയതയും അധികാരത്തിൽ, അപ്പോൾ പാർട്ടിയിലെ അധികാര കേന്ദ്രങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന വളരെ വ്യക്തിയാധിഷ്ഠിതമായ ഒരു നിലപാടിന്റെ വക്താവാണ്. അത് ആലപ്പുഴയിലെ ജില്ലയിൽ എല്ലാവർക്കും അറിയുന്നതുമാണ്. ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തീരാശാപമാണ് ഈ വ്യക്തിവാദവും വിഭാഗീയതയും. അത് VS-ന്റെ കാലം മുതൽ തുടങ്ങിയതാണ്. ഒരു കാലത്ത് VS-ന്റെ ഏറ്റവും വലിയ പ്രചാരകനും ആരാധകനുമായിരുന്നു സുധാകരൻ. പിന്നീട് എപ്പോഴോ ഇടയിൽ വെച്ച് പിണറായിക്കാണ് ഈ പാർട്ടിയിൽ അധികാര കേന്ദ്രമാവുന്നതെന്ന് കണ്ടപ്പോൾ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ അദ്ദേഹം പിണറായിയുടെ വക്താവായി മാറി. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ വാക്കാണ് അതിന്റെ താക്കോൽ വാക്ക്. കടുത്ത വ്യക്തിപരമായ നിരാശാബോധം. ആ നിരാശാബോധം മൂലം അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. അതായത് എവിടെ എത്തിച്ചിരിക്കുന്നു? താൻ പാർട്ടിയുടെ അംഗത്വം പുതുക്കുന്നില്ല. അതായത് പാർട്ടിക്കെതിരെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് പാർട്ടിയിൽ നിന്ന് മാറുക എന്നുള്ളത്. അത് സാങ്കേതികമായി, കാരണം ഒരു ഇടതുപക്ഷ അനുഭാവിക്ക് ഒരിക്കലും ഒരു ഇടതുപക്ഷ SUCI ഉണ്ട്, മറ്റ് നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. അപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നത് ആശയപരമായ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ നയപരിപാടികളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ഏതെങ്കിലും വൻ പരാജയത്തിന്റെ പേരിലാണ് നിങ്ങൾ പാർട്ടിയുമായി കലാപം ചെയ്യുന്നതും പുറത്ത് സ്വതന്ത്രമായ രാഷ്ട്രീയത്തിലും. ഇവിടെ
ശ്രീ സുധാകരന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുന്നവർക്ക് അദ്ദേഹം അഴിമതിക്കാരനല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരിൽ ആരെങ്കിലും പറയുന്നത് പോലെ എന്തെങ്കിലും എങ്കിലും അഴിമതിക്കാരനല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് അധികാരക്കൊതി ഇല്ലാതാവുകയില്ല. അയാൾ അധികാരമോഹി തന്നെയാണ് യഥാർത്ഥത്തിൽ. ജി സുധാകരന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ള ചരിത്രം, അദ്ദേഹം ജനപ്രിയനാണ്, അദ്ദേഹം അഴിമതിരഹിതനാണ്, അദ്ദേഹം ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്, അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും തലമൂത്ത നേതാവാണ്. കോടിയേരി ബാലകൃഷ്ണനും മറ്റേ പിണറായിയേക്കാൾ ഒരുപക്ഷെ പാർട്ടിയിലെ മുതിർന്ന നേതാവാണ്. ഇതെല്ലാം ഞാൻ സംസാരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ചലിപ്പിക്കുന്നതിൽ അധികാരമോഹം, തൻ പ്രമാണിത്വം, വ്യക്തിവാദം വളരെ പ്രധാനമാണെന്നുള്ളത് ആലപ്പുഴയിൽ പാർട്ടിക്കും അറിയാവുന്നതാണ്, ഈ കേരളത്തിലെ മൊത്തം പാർട്ടിക്കും അറിയാവുന്നതാണ്. പക്ഷെ അത് ആ കാരണം കൊണ്ട് പാർട്ടിക്ക് ഒരു തെറ്റും പറ്റിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ക്ഷമിക്കണം, കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ ഒരു തെറ്റും കൊണ്ടല്ല സുധാകരൻ പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. തീർച്ചയായും അദ്ദേഹത്തെ പാർട്ടിയിൽ എങ്ങനെ നിലനിർത്താൻ കഴിയണം എന്നുള്ളതിനെ കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധാരണ പാടെ തെറ്റായിരുന്നു. ഒറ്റ ഉദാഹരണം, അദ്ദേഹത്തെ പലരെയും മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം ചോദിച്ചതുപോലെ അദ്ദേഹത്തെ പലരെയും മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു നിർത്തിയെങ്കിൽ തോമസ് ഐസക്കിനെ വീണ്ടും എങ്ങനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കി? അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹം മാത്രമാണ്. MT വാസുദേവനായരുടെ നോവൽ പോലെ സേതുവിന് സ്നേഹം സേതുവിനോട് മാത്രമാണ്, അല്ലാതെ മാർക്സിസത്തോടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യത്തോടോ സുധാകരനെ ഇപ്പോഴും ഇല്ലല്ലോ. പിണറായി വിജയൻ മൂന്നാമത് മുഖ്യമന്ത്രിയാവണമെന്ന് പറഞ്ഞ് അമ്പലപ്പുഴയിൽ CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഇറങ്ങുന്നയാളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ എന്താണ് പറയുക? എന്റെ അടുത്ത ചോദ്യം അത് തന്നെയാണ് സർ. അതായത് ജി സുധാകരൻ താങ്കൾ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമല്ല. ഇതല്ലേ കേരളത്തിലെ CPM-ന്റെ ഇന്നത്തെ പൊളിറ്റിക്കൽ അവസ്ഥയ്ക്ക് കാരണം? ഇങ്ങനെയുള്ളവർ നേതാക്കന്മാരാണ്, ഇങ്ങനെയുള്ളവർ അനുയായികളാണ്. എനിക്കൊരു പൊതു നിലപാടുണ്ട് ചെറിയ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സുധാകരൻ പ്രതിഭാസം CPM-നെ വിഴുങ്ങിയിട്ടുള്ള അധികാര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലുത്ത പ്രകടനമാണ്. അടിമുടി പാർലമെന്ററി രാഷ്ട്രീയം മാത്രം, തിരഞ്ഞെടുപ്പ് വിജയം മാത്രം, എല്ലാമുള്ള. ഇപ്പൊ ഞാൻ പറയുന്നത് സുധാകരന് വ്യക്തിഗതവാദമാണെങ്കിൽ സഖാവ് പിണറായി വിജയന്റെ നോടുള്ള വ്യക്തിപൂജയുടെ അടിസ്ഥാനവും അത് തന്നെയല്ലേ ഇത്തരത്തിൽ. അപ്പൊ ഞാൻ പറയുന്നത് CPM-നെ ഗ്രസിച്ചിട്ടുള്ള പാർലമെന്ററിസത്തിന്റെ അതിന്റെ ഉൽപ്പന്നവും അതിന്റെ പ്രകടനവുമാണ്. അതാണ് സുധാകരനെ ഉൽപ്പാദിപ്പിച്ചത്. അതാണ് കുഞ്ഞികൃഷ്ണനെ പയ്യന്നൂർ ഉൽപ്പാദിപ്പിച്ചത്, ആയിഷ പോറ്റി ഉൽപ്പാദിക്കുന്നത്. പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, ഭരണത്തിന്റെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുക, കമ്മ്യൂണിസ്റ്റ് ലക്ഷ്യം മറക്കുക. അത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീങ്ങി തുടങ്ങിയാൽ ആയിഷ പോറ്റിയും ഉണ്ടാവും, സുധാകരനും ഉണ്ടാവും, കുഞ്ഞികൃഷ്ണനും ഉണ്ടാവും. അതാണ് യഥാർത്ഥ പ്രശ്നം. അപ്പോൾ സുധാകരന്റെ പ്രതിഭാസം വാസ്തവത്തിൽ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരെ ചിന്തിപ്പിക്കേണ്ടത് അദ്ദേഹം എത്രത്തോളം വ്യക്തിഗത ആളാണെന്നോ ഒന്നും മാത്രമല്ല, എന്തുകൊണ്ട് ഇങ്ങനെ ആളുകൾക്ക് 63 വർഷം പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ നിന്ന് വന്ന 63 വർഷമുള്ള രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട അഴിമതിയില്ലാത്ത ജി സുധാകരൻ എങ്ങനെ ഒരു വ്യക്തിവാദിയായി മാറി? ഇതിന് കാരണം ഞാൻ കാണുന്നത്, കേരളത്തിലെ പാർട്ടിയെ പറ്റി പൊതുവെ ഡൽഹിയിലൊക്കെ പറയാറുണ്ട്, ആൾക്കാർ അവിടെ എമോഷണൽ കമ്മ്യൂണിസ്റ്റുകളാണ്. അതായത് ഒരു ഫീലിംഗിന്റെ പുറത്ത് പോകുന്ന ഒരു പാർട്ടിയിൽ നിൽക്കുന്നവരാണ്. അല്ലാതെ പാർട്ടി ഐഡിയോളജിയോ അല്ലെങ്കിൽ അതിന്റെ ദേശീയമോ അന്തർദേശീയമായ സാങ്കത്യങ്ങൾ മനസ്സിലാക്കി ആ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവരല്ല എന്ന് പലരും പറയുന്ന മലയാളികളല്ലാതെ പറയുന്നത് ശരിയാണ്. 100% വീണ്ടും 100% ശരിയാണ്. താങ്കൾ പറയുന്നത് പോലെ പുതിയ തലമുറയിലെ, പ്രത്യേകിച്ച് 10-15 വർഷം മറ്റുമായി, അത് 10 വർഷം അധികാരത്തിലിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാഭാവികമാണ് ഈ ജീർണത.
കാരണം ഈ 15 വർഷം എന്ന് പറയുമ്പോൾ അപ്പോൾ പാർട്ടി അംഗത്വത്തിൽ വന്നിട്ടുള്ളവർക്ക് സമരം, പ്രക്ഷോഭം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ ജനാധിപത്യ വിപ്ലവം, സാർവദേശീയ കമ്മ്യൂണിസം, അല്ലെങ്കിൽ ബംഗാളിലെ തോൽവി, ത്രിപുരയിലെ പരാജയം, ഇതൊന്നും രാഷ്ട്രീയമായി അവരെ ബാധിക്കുന്നില്ല. അവരെ ബാധിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ നിൽക്കൽ, കാറിൽ കയറി നടക്കൽ, തങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ജോലി കൊടുക്കൽ, ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ രാഷ്ട്രീയത്തിന്റെ അതേ കളരിയിലാണ് തങ്ങൾ വളരുന്നത്. പിണറായിയെ പോലെ സംസാരിക്കുക, പിണറായിയെ പോലെ ഉടുപ്പും വസ്ത്രവും ധരിക്കുക, ഇടയ്ക്ക് പ്രസംഗിക്കുമ്പോൾ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുക, ഇങ്ങനെ തങ്ങളുടെ ആരാധനാപാത്രങ്ങളെ മാതൃകയാക്കി രാഷ്ട്രീയത്തിൽ, അതായത് പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയത്തിൽ വളരുക എന്നുള്ളത് ഒരു ചെറുപ്പക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനെ പോലും ബാധിച്ചിരിക്കുന്നു. അവന്റെ വർത്തമാനം, അവരുടെ ശരീരഭാഷ, അത് പാർട്ടി പലപ്പോഴും സൈദ്ധാന്തികമായി, താത്വികമായി, സംഘടനാപരമായി ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയും. എന്നിട്ട് എന്താണ് പറഞ്ഞത്? സഖാവ് MV ഗോവിന്ദൻ പറഞ്ഞത് എങ്ങനെയാണ്? പാർട്ടിയുടെ വീണ ജോർജിനെ കുറിച്ച് കഴുത്ത് തിരിച്ചു, കയ്യു പിടിച്ചു വലിച്ചു. അത് രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് വീണ ജോർജ് പോലും പറയാത്ത കാര്യം, അല്ലെ? പാർട്ടി പോലും പറയാത്ത കാര്യം, പോലീസ് പോലും പറയാത്ത കാര്യം അദ്ദേഹം പറയുന്നു. അപ്പൊ അങ്ങനെയാണ് പാർട്ടിയെ ന്യായീകരിക്കേണ്ടത്, അങ്ങനെയാണ് പാർട്ടിയെ പ്രതിരോധിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ട്. പക്ഷെ ആ പുതിയ തലമുറയല്ല, 63 വയസ്സ് വൃദ്ധ തലമുറയ്ക്കും വൃദ്ധ തലമുറയെയും ഇതുണ്ടെന്ന് പറയുമ്പോൾ ഇതിന്റെ ജീർണത, ഈ പാർലമെന്ററി ജീർണത അടിമുട്ടി വ്യാപിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. പക്ഷെ CPM-ന് ഇനിയിപ്പോ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തന്നെ സുധാകരനെ കൂടെ നിർത്തുന്നതിന് കഴിയുമായിരുന്നു. അത് കഴിയാതിരുന്നതിന്റെ കാരണം എന്താ? വ്യക്തിപരമായ അദ്ദേഹത്തോടുള്ള വിദ്വേഷം. ആരാണ് നമ്മുടെ പുതിയ സാംസ്കാരിക മന്ത്രി? അദ്ദേഹത്തിന്റെ പേരെന്താണ്? നമ്മുടെ സജി ചെറിയാൻ. എന്തിനു? പിന്നെ നിരവധി ആലപ്പുഴയിലെ നേതാക്കൾ ഇദ്ദേഹം ഒന്നുമല്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഒരു ബ്രാഞ്ച് കമ്മിറ്റി എന്ന് പറയുന്നത് ബ്രാഞ്ച് കമ്മിറ്റി അല്ല, ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും അടിയിലത്തെ ഒരു കാര്യം. അവിടെയൊന്നും രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. താങ്കൾ അതും ധരിക്കരുത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആശയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടി കോൺഗ്രസിൽ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ദൈനംദിന പാർട്ടി ചുമതലകളുടെ പേരിലുള്ള സംസാരവും അധികാരത്തിലുള്ള ആളുകളുടെ നോമിനേഷനുമാണ്. അല്ലാണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ താങ്കൾ പറയുന്ന പോലെ ഇപ്പോഴത്തെ നിലവിലെ മോദി ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ എങ്ങനെ നേരിടണം? പിന്നെ സ്വതന്ത്രമായി ഒരു ബ്രാഞ്ചിനും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം, ഒരു അനീതി നടന്നാൽ, ഒരു അനീതി രാജ്യത്തോ പ്രദേശത്തോ നടന്നാൽ സ്വതന്ത്രമായ ഒരു ബ്രാഞ്ചിനോ ഒരു ലോക്കൽ കമ്മിറ്റിക്കോ ഒരു ഏരിയ കമ്മിറ്റിക്കോ ഒരു പ്രകടനം നടത്താൻ കഴിയില്ല. അതിന് കാത്തിരിക്കണം. അടുത്ത സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ വേണം അത് വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ. അപ്പൊ ഇതെല്ലാം കൂടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയും ഈ അടഞ്ഞ സംഘടനാ സംവിധാനത്തിൽ വ്യക്തിഗതമായ പാർലമെന്ററി മോഹങ്ങളും അദ്ദേഹത്തെ, ഈ സുധാകരനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതിനു ശേഷം അദ്ദേഹത്തെ ഒരു ഔപചാരികമായി എന്തെല്ലാം ചടങ്ങുകളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാം. അദ്ദേഹത്തെ പൂർണ്ണമായി സുധാകരൻ ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ സജി ചെറിയാനും കൂട്ടരും നിശ്ചയമായും ശ്രമിച്ചു എന്നുള്ള വസ്തുതയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാത്രം അത് താൻ ഒന്നുമല്ല എന്ന് ആ പാർട്ടിയിലെ ഒരു വിഭാഗം തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചിലതൊക്കെയാണെന്ന് കാണിക്കാനാണ് ഈ അദ്ദേഹം ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം തീർച്ചയായും UDF-ന്റെ പിന്തുണ സ്വീകരിക്കും. അദ്ദേഹം UDF-ന്റെ പിന്തുണ സ്വീകരിച്ചാൽ അദ്ദേഹത്തിന്റെ ആരാധനാ വൃന്ദമുണ്ട് ആലപ്പുഴയിൽ. എത്ര വോട്ടെന്ന് എനിക്ക് കണക്കാക്കാൻ അറിയില്ല. ഞാൻ നിരവധി തിരഞ്ഞെടുപ്പുകൾ അവിടെ കവർ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് നിരവധി പാർട്ടി സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ സ്വന്തമായി കുറെ വോട്ടുകൾ പിടിക്കാൻ കഴിയുന്ന ആളാണ്. വട്ടപൂജ്യമല്ല സുധാകരൻ. ഒരുപക്ഷെ ആയിഷ പോറ്റിക്ക് പത്തനാപുരത്ത് പിടിക്കുന്നതിനേക്കാൾ വോട്ട് കാഡർ വോട്ട് മാത്രമല്ല. ഞാൻ ചെറിയാന് വിഷമമില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. അത് മലയാളികൾ പറയാൻ വിഷമിക്കുന്നത് കൊണ്ട് ഇനി ഉണ്ടാവില്ല എന്നുള്ളറിയാം. മുസ്ലിം വോട്ടർമാരിൽ സുധാകരന് സ്വാധീനമുണ്ട്. താങ്കൾ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് അത് പറയില്ല, മലയാളി മാധ്യമങ്ങൾ പറയില്ല. അമ്പലപ്പുഴയിലെ CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ടിൽ ഒരു ചെറിയ ശതമാനം
സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് സുധാകരൻ മേടിക്കും. അപ്പോൾ സുധാകരന്റെ ലക്ഷ്യം അമ്പലപ്പുഴയിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി തന്നെ അവഗണിച്ച നേതൃത്വത്തിനോട് പക വീട്ടുകയാണ്. ഈ പക അത് VS അച്യുതാനന്ദൻ മുതൽ ഇങ്ങ് അറ്റം വരെ ഉള്ളവരിൽ കാണുന്ന ഒരു വികാരമാണ് പക വീട്ടുക. പാർട്ടിയുടെ ലക്ഷ്യത്തെക്കാൾ പ്രധാനം സ്വന്തം വ്യക്തിഗതമായ പക തീർക്കുക. അതിന്റെ അഴിഞ്ഞാട്ടമാണ് ആലപ്പുഴ ജില്ലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് ഒന്ന് മാത്രമാണ്. അതായത് കേരള CPM എന്നതിനെ CPM ഐഡിയോളജി ബേസ്ഡ് ഉള്ള ഒരു പാർട്ടിയല്ല, അധികാരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തീർച്ചയായിട്ടും നമ്മള് ഒരു പാർട്ടി ആശയപരമായ കാര്യങ്ങളിൽ തെറ്റുപറ്റിയിട്ട് പരാജയപ്പെടുന്നത് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ തെലങ്കാന സമരത്തിൽ നമ്മുടെ യുദ്ധത്തിന് ശേഷം പിൻവാങ്ങി. നിരവധി തവണ അങ്ങനെ വലിയ ആശയപരമായ അബദ്ധങ്ങൾ പറ്റിയതിനു ശേഷം പാർട്ടി തിരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തോൽച്ചിട്ടുണ്ട്. തോൽക്കുന്നതും കുഴപ്പമില്ല. കാരണം ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരിച്ചടിയിൽ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെയും നമ്മൾ മനസ്സിലാക്കുന്ന പ്രതിപക്ഷമായി എവിടെയും വലുതല്ല. ഈ ചൈനയിലും നോർത്ത് കൊറിയയിലും ഒക്കെ ഭരണകക്ഷത്തുള്ള കമ്മ്യൂണിസമാണ്. അല്ലാതെ പ്രതിപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈതന്യത്തോടു കൂടി ഒരു പ്രധാന ശക്തിയായി ലോകത്തെവിടെയും നിൽക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് CPM ഇങ്ങനെയുള്ള ഒരു പാർലമെന്ററിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ ജീർണതയുടെ ഏറ്റവുമുള്ള പൊട്ടിയൊലിക്കലാണ് സുധാകരൻ ആലപ്പുഴയിൽ കാണുന്നത്. ഓക്കെ സർ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് പലരും ഇവിടെ ഡൽഹിയിൽ പറയാറുണ്ട്. കേരളത്തിൽ അധികാരം പോയി കഴിഞ്ഞാൽ CPM-ന്റെ ദേശീയമായ നില വളരെ പരിങ്ങലിലാകും. അതുകൊണ്ട് തന്നെ എന്ത് വിലയും ഉപയോഗിച്ച് അവിടെ അധികാരം നിർത്തണം എന്ന് പറയുന്നവർക്കുള്ള എനിക്കൊരു പ്രത്യക്ഷമായ മറുപടിയാണ് സുധാകരനെ പോലുള്ളവർ. അതായത് കേരളത്തിലെ സിറ്റുവേഷൻ ഇതൊന്നും അനുവദിക്കുന്നില്ല. പാർട്ടിക്ക് ജയിക്കണമെങ്കിൽ ഇനിയും ആരോ പറഞ്ഞ പോലെ പല മലകളും മറിക്കേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ. പിന്നെ അമ്പലപ്പുഴ പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തണം. അമ്പലപ്പുഴ ഒരു CPM കുത്തക മണ്ഡലമല്ല, അതും മറക്കണ്ട. ഇത് പുന്നപ്പുറ വയലാറിന്റെ സ്ഥലമാണെങ്കിലും അവിടെ നിരവധി വലതുപക്ഷ MLA ഉണ്ടായിട്ടുണ്ട്. ദിനകരൻ എന്റെ ഓർമ്മയിൽ ഇപ്പൊ അടുത്ത കാലത്തുണ്ടായിരുന്ന പഴയ ധീവര സഭയിലൊക്കെ നേതാവായിട്ടുള്ള ദിനകരൻ അവിടെ ജയിച്ചിട്ടുള്ളതാണ്. അപ്പോ CPM-നെ അമ്പലപ്പുഴയിൽ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ ബാലികേറാമലയൊന്നുമല്ല. ചെറിയ വോട്ടുകൾക്ക് തോൽപ്പിക്കുക. എന്തിനു നമ്മള് VS-നെ തോൽപ്പിച്ചത് കണ്ടില്ലേ? VS-നെ തോറ്റത് ഓർമ്മയില്ലേ? അപ്പൊ VS-നെ തോറ്റതിന്റെ പുറകിൽ എന്തായിരുന്നു? അമ്പലപ്പുഴയുടെ കാര്യമല്ല, കേരളത്തിൽ തന്നെ ഇത് തിരിച്ചധികാരം പിടിക്കുക എന്നുള്ളത് വളരെ ഒരു ബാലികേറാമല. അമ്പലപ്പുഴ നൽകുന്ന മുന്നറിയിപ്പ്, മുന്നറിയിപ്പും അത് CPM-ന് വളരെ പ്രധാനമാണ്. അത് അടുത്ത ആഴ്ച കേരള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാണെങ്കിൽ ഇത് CPM-ൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ ഭയങ്കരമായിരിക്കും. ജനങ്ങളുടെ ഇടയിലും ഉണ്ടാകുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഗണേഷ് കുമാറിനെ മാപ്പ് കൊടുത്തു മുഖ്യമന്ത്രി. പക്ഷേ ഇതിനകത്ത് വേറൊരു സംഭവം കൂടി ഇന്ന് നടന്നിട്ടുണ്ടല്ലോ. കാരണം ഈ SNDP-യിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കിയില്ലേ? ഇത് വളരെ പ്രധാനമല്ലേ? ആ തെക്കൻ ആലപ്പുഴ ജില്ലകളിൽ കൊമ്പില്ലാത്ത വെള്ളാപ്പള്ളി നടേശനെയാണ് ഇനി CPM ആശ്രയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിന്നിരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും അദ്ദേഹം ജോലി കൊടുത്ത അദ്ദേഹത്തിന്റെ പിന്തുണക്കാരും ഇനി എവിടെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതും ആലപ്പുഴയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അതും വളരെ താങ്കളുടെ രാഷ്ട്രീയ പരിഗണനയിൽ ദയവായി വെള്ളാപ്പള്ളിയുടെ എതിരായിട്ടുള്ള വന്നിട്ടുള്ള ഇന്നത്തെ ഹൈക്കോടതി വിധിയും കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും സർ, തീർച്ചയായും. അതായത് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ തങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളിക്കാണ് ഈ തിരിച്ചടി നേരിട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള പല ഇഷ്യൂ, വെള്ളാപ്പള്ളി ആണെങ്കിലും ഗണേശനാണെങ്കിലും സുധാകരനാണെങ്കിലും പല ഇഷ്യൂകളും അത് പൊള്ളയാണ് അല്ലെങ്കിൽ അത് CPM-ന്റെ മിസ്ലീഡിംഗ് ആണ് എന്ന് ചരിത്രം അല്ലെങ്കിൽ കാലഘട്ടം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അതിന്റെ കാലം കാത്തു നിൽക്കേണ്ട, നമുക്ക് ചരിത്രത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട. ഒരു 3 മാസത്തിനകം കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അത് തന്നെയാണ് ഇപ്പോൾ കേരളം എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു ദിശ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.
നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്.